റയാൽ തൊടുപുഴ ജില്ലക്ക്. എല്ലാ ഗിയറും മാറി പോകും. ആ വണ്ടി തിരിക്കാൻ നോക്കാം. ആക്സിഡൻറ്റിൻ്റെ കാലത്തിൽ എടുത്ത് നോക്കണം കേട്ടോ. ഫ്രണ്ടിൽ വണ്ടി കണ്ടാൽ 50 മീറ്ററിനുള്ളിൽ സ്പീഡിലൊന്നും കാര്യമില്ല, എത്ര വൃത്തിയായിട്ട് ഓടിക്കുന്നതാണ്. റോഡ് മാർക്കിങ്ങും സൈൻ ബോർഡും ശ്രദ്ധിച്ചു വേണം കേട്ടോ. വണ്ടി ഓരോ കാര്യങ്ങൾ നമ്മൾ പറയും, അത് മനസ്സിലാക്കി കൊടുക്കുക കേട്ടോ. ഇവിടെ 30 കിലോമീറ്റർ താഴെയാണ് വണ്ടിയുടെ സ്പീഡ് കേട്ടോ. കൺട്രോൾ ചെയ്ത് പോട്ടെ വണ്ടി. ബ്രേക്ക് ആയിട്ട് കൺട്രോൾ ചെയ്ത് പോകാനാണ് ചില സ്പീഡ് കുറച്ച്. ഒന്നുകൂടെ അമർത്തി നോക്കിയാൽ ബ്രേക്ക്. അങ്ങനെ കേട്ടോ. വണ്ടിയൊക്കെ വരുമ്പോൾ എന്നാൽ സ്റ്റിയറിങ്ങിന് കയ്യിൽ നിന്ന് വിട്ടേക്കില്ല കേട്ടോ. 2 കൈയും സ്റ്റിയറിങ്ങത്തിനാണ് കേട്ടോ. ബ്രേക്ക് അമർത്തിക്കണമെന്ന് പറയും. ബ്രേക്ക് അമർത്തിക്കൊന്ന് ഇവിടെ സെക്കൻഡ് ഗിയർ ഇടുക. വെച്ചെന്ന കാര്യം ഫുള്ളായിട്ട് കിടക്കുന്ന വണ്ടിയുടെ 3 അടിയാണ് കേട്ടോ. ആക്സിഡൻറ്റ് കൊടുക്കില്ല, ബ്രേക്ക് കേട്ടോ. ഇടതുവശം ഒരു റോഡിൻ്റെ ഇടതുവശത്ത്, അടുത്ത റോഡിൻ്റെ ഇടതുവശത്തുണ്ട് കേട്ടോ. അവിടെ നമ്മൾ സെക്കൻഡ് ഇട്ട് പോകുന്നു. ഇനി നമുക്ക് ഇവിടുന്ന് സെക്കൻഡിന് 3 ഇടണം കേട്ടോ. ഇടതുവശം ചേർന്ന് കേട്ടോ. ഇപ്പോൾ 50 കിലോമീറ്റർ സ്പീഡ്. അപ്പോൾ ഏത് ഗിയർ ഉണ്ട്? 4th ഇടുക. പയ്യെ പോയാൽ മതി കേട്ടോ. 50 കിലോമീറ്റർ സ്പീഡിന് കയറി പോകണമെന്നല്ല, 50 കിലോമീറ്റർ താഴെ സ്പീഡ് കേട്ടോ. വൃത്തത്തിലുള്ള എല്ലാം നിർബന്ധമായും പാലിക്കണ്ട കേട്ടോ. അപ്പോൾ ആ ട്രാക്കിലോട്ട് ഒരു വണ്ടി വരുന്നുണ്ട്, ഈ ട്രാക്കിൽ 2 വണ്ടി കിടക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ബ്രേക്കിലോട്ട് കാല് വന്ന് കേട്ടോ. ആക്സിഡൻറ്റ് ചേട് കൊടുത്തു. അതാത് ഗിയർ ഇട്ടോ, അതാത് ഗിയറിൻ്റെ സ്പീഡിന് ഓടിക്കാം കേട്ടോ. സ്പീഡ് ഇത്രയൊന്നും വേണ്ട, പയ്യെ ഓടിക്കാൻ മതി.
ഇതൊക്കെ അവിടെ ട്രാഫിക് സിഗ്നലുണ്ടോ, ഇന്ത്യ ചിഹ്നം കണ്ടോ, 4 വശത്തുള്ള വഴിയാണല്ലോ. അപ്പോൾ അവിടെ ശ്രദ്ധിച്ചു വേണം. ആക്സിഡൻറ്റ് കൊടുത്തില്ല, അവിടെയൊക്കെ നോക്കി അപകടമൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കി കയറും കേട്ടോ. ഈ കയറ്റത്തിൽ നിർത്തിക്ക്, ഈ കയറ്റത്തിൽ ഒതുക്കി നിർത്തി, അങ്ങനെ ഇവിടെ കയറ്റത്തിൽ നിർത്തി. ഏകാഗ്രതയോടെ എടുക്കും. ഗസ്റ്റാ വണ്ടി നിന്ന് ആക്സിഡൻറ്റ് കൊടുത്തില്ല കേട്ടോ. അങ്ങനെ ഇങ്ങോട്ട് വിളിച്ചോ. നമ്മൾ വണ്ടി നിർത്തിക്കഴിഞ്ഞാൽ നേരെ നോക്കുക ഇട ഉണ്ടോ, എന്നിട്ട് ഇടയില്ലെങ്കിൽ പിന്നെ അങ്ങോട്ട് എടുത്താൽ കേട്ടോ. കൊടുക്ക സാർ. ഈ ഫ്രണ്ട് കിടക്കുന്ന വണ്ടി പിന്നെ ഇൻഡിക്കേറ്റർ കിടന്നുണ്ടോ, ഷാർട്ട് ലൈറ്റാണ് അത്. ഈ പാർക്ക് ചെയ്യാൻ വേണ്ടിയുള്ളതല്ല അത് എപ്പോഴൊക്കെ ഉപയോഗിക്കണ്ടേ? ബ്രേക്കിലാണാകുമ്പോൾ കെട്ടി വലിക്കുമ്പോൾ കേട്ടോ. ബ്രേക്ക് അവിടെ ഓട്ടോ കിടക്കുന്നുണ്ട്, അവിടെ നിന്ന് വണ്ടി വരുന്നുണ്ട്. അപ്പോൾ അവിടെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അതനുസരിച്ച് കേട്ടോ. മഞ്ഞ ലൈനേക്കാളും ഓവർടേക്കും പാടില്ല കേട്ടോ. അടുത്ത കയറിപ്പോണുണ്ടോ? ഒരു വണ്ടി ഓവർടേക്ക് ചെയ്യുമ്പോൾ ആ വണ്ടിന് വേറൊരു വണ്ടി ഓവർടേക്ക് ചെയ്യാൻ പാടില്ല കേട്ടോ. ബ്രേക്കാൻ കാല് കേട്ടോ. ജംഗ്ഷനടുത്ത സാഹചര്യം, റോഡ് സ്വഭാവം ഓരോ നിമിഷവും മാറും കേട്ടോ. ആക്സിഡൻ്റ് എല്ലാം കൊടുക്കണ്ടേ. ഇനി ഗിയർ ചേഞ്ച് ചെയ്ത് കൊടുക്കും. വണ്ടിയുടെ അകലം കൂടുന്നതനുസരിച്ച് ഗിയർ ചേഞ്ച് ചെയ്ത് കൊടുത്തു കേട്ടോ. ഇനി ഇവിടെ എവിടെയെങ്കിലും ഒതുക്കുന്നത് കേട്ടോ. ഇൻഡിക്കേറ്ററിലേക്ക് ഇട്ട് ബ്രേക്കൊക്കെ ചവിട്ടി